ഇന്ന് ഓഗസ്റ്റ് 13 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 4 അവർ നോക്കുമ്പോൾ 4 അവറിന്റെ ഓവറോൾ ട്രെൻഡ് അല്ലെങ്കിൽ നമുക്ക് സ്വിംഗ് സ്ട്രക്ചർ അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം ഇന്റേണൽ ട്രെൻഡും അപ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ഡിമാൻഡ് സോണിലെത്തി മുകളിലേക്ക് പോയി നമുക്ക് ഈ ഒരു ഹൈനെ ബ്രേക്ക് കിട്ടി. പക്ഷേ ഇത് നമുക്ക് കാൻഡലിന്റെ ബോഡി വെച്ചിട്ടല്ല, നമുക്ക് കാൻഡലിന്റെ വിക്ക് വെച്ചിട്ടാണ് ബ്രേക്ക് കിട്ടിയത്. സോ അത് നമുക്കൊരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറന്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്കൊരു റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സപ്ലൈ സോണിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ 50 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു 4 അവറിന്റെ ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്ക് ബൈ എൻട്രീസ് ഒന്നല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിന് ക്ലിയർ ആയിട്ട് ഇവിടെ അപ് ട്രെൻഡിലേക്ക് ട്രെൻഡ് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ബൈ ട്രേഡ്സ് എടുത്ത് ഈ ഒരു സപ്ലൈ സോൺ വരെ നോക്കാം. അതിനുശേഷം ഇന്റേണൽ ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ട്രെൻഡ് സെൽ എൻട്രീസ് കണ്ടിന്യൂ ചെയ്തിട്ട് സെൽ എൻട്രീസ് നോക്കാം. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.